ഭയമുള്ളിടത്താണ് ഭീഷണിയും വെരുട്ടലുമൊക്കെ ഉണ്ടാകുന്നത്. നമുക്കൊരാളെ പേടിയാണെന്ന് വന്നാൽ, അല്ലെങ്കിൽ അങ്ങോര് നമുക്കൊരു ഭീഷണിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വികടബുദ്ധിക്കാരെന്തുവാ ചിന്തിക്കുക? ആദ്യം അങ്ങനെ ഒന്ന് വെരുട്ടി നോക്കാമെന്ന് വിചാരിക്കും. അതിൽ വീഴുന്നെങ്കിൽ അങ്ങ് വീണോട്ടെ, അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജ് നോക്കിയാൽ മതി കേട്ടോ. ഏതാണ്ട് അതുപോലൊരു അനുഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. BJPക്ക്, RSSന്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരിൽ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു വൻ ഭീഷണിയായിട്ട് രാഹുൽ ഗാന്ധി വളർന്നു വരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് ആകമാനം സ്വീകാര്യനായി മാറുകയാണ്. ഇന്ത്യയുടെ ഒരു വാത്സല്യ ഭാജനമായിട്ട് രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശത്ത് പോയാൽ അവിടെ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നു. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് BJPക്ക് ഒരു വലിയ ത്രട്ടായിട്ട് അല്ലെങ്കിൽ ഭീഷണിയായിട്ട് മാറുകയാണ്. ജമ്മു കാശ്മീരിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം അത്തരത്തിലുള്ളതായിരുന്നു. സുരക്ഷാ സേനയുടെ സഹായത്തോടെ പോലും ഇന്ത്യയുടെ ഭരണാധികാരികൾ പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പുൽവാമയിലേക്ക് അദ്ദേഹം കാൽനടയായിട്ട് നടന്നു എന്ന് പ്രചാരണം നടത്തി. ഹരിയാനയിൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ സംഘപരിവാരം, BJP അല്ലെങ്കിൽ കേന്ദ്ര ഭരണം അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ആദ്യം കൊല്ലുമെന്ന് പറഞ്ഞു, പിന്നീട് നാവറക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഹിമാചൽ പ്രദേശിൽ, മധ്യപ്രദേശിൽ, ഡൽഹിയിൽ അദ്ദേഹത്തെ എങ്ങനെ കോടതി കയറ്റി ബുദ്ധിമുട്ടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കാം എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ സംഘപരിവാരം ചിന്തിക്കുന്നത്. ഇതേപ്പറ്റി കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം X എന്ന് പറയുന്ന സാമൂഹിക മാധ്യമത്തിലൊരു കുറിപ്പ് എഴുതി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അഭിസംബോധന ചെയ്യുന്നത് പോലെയല്ല, എൻ്റെ സഹോദരൻ എന്നാണ് സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയെപ്പറ്റി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിലുള്ള സ്വാധീനവും ജനങ്ങളെ തന്നിലേക്ക് ഒരു കാന്തം പോലെ ആകർഷിക്കാനുള്ള കഴിവും വർദ്ധിച്ചു വരുന്നത് എതിരാളികളെ ഭയചകിതരാക്കുന്നുണ്ട്, അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിനെതിരെ വധഭീഷണിയും വിദ്വേഷ പരാമർശങ്ങളും ഉണ്ടാകുന്നത്. അതാണ് ശരി. രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന വ്യക്തിത്വമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ സ്വീകാര്യത, അതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഒരു പൊതുയോഗത്തിന് ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു റാലിയിൽ പങ്കെടുക്കുന്നു, കുറേ ആളുകളുമായി സംവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയൊക്കെ ആളുകളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അവരെല്ലാവരോടും അടുത്തു ചെന്ന് പെരുമാറുന്നു. നമ്മൾ ഭാരത് ജോഡോ യാത്രയിലൊക്കെ കണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് അദ്ദേഹം നടന്നു പോകുമ്പോൾ വഴിവക്കത്ത് കാണുന്ന എല്ലാവരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അത് കാണുമ്പോൾ ആളുകൾക്ക് രാഹുലിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം അതൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അനുഭവം. നമ്മുടെ ഒരു സ്വന്തം മകൻ, അല്ലെങ്കിൽ സഹോദരൻ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അനിയൻ എന്നാണ് രാഹുലുമായി അടുത്ത് ഇടപെടാൻ കഴിയുന്ന എല്ലാവരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ കാണുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. ആ ഒരു സ്വീകാര്യത അത് അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രയോജനം ചെയ്തു. അദ്ദേഹം നേതൃത്വം കൊടുത്ത ഇന്ത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഇതൊക്കെ എതിരാളികളെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ അദ്ദേഹം 3 ദിവസത്തെ ഒരു സന്ദർശനത്തിന് പോയി. അവിടെ എന്ത് സംഭവിച്ചിട്ടാണ് BJPയും സംഘപരിവാരവും അദ്ദേഹത്തിനെതിരായിട്ട് ഈ വാളും വടിയൊക്കെ എടുക്കുന്നത്? മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടാണ് BJPയും RSSും, എന്തിന് നമ്മുടെ പ്രധാനമന്ത്രി വരെ, BJPയുടെ പ്രസിഡന്റ്, ഇവരൊക്കെ
അദ്ദേഹത്തിനെതിരെ വലിയ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? അതെന്തിൻ്റെ പേരിലാണ്? അദ്ദേഹത്തിനോട് വലിയൊരു സ്വീകാര്യത കിട്ടിയെന്ന് പറയുന്നത് ശരിയാണ്. അദ്ദേഹം ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് പോയതല്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പദവി ഉണ്ടെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പരിപാടി ഔദ്യോഗികമായിരുന്നില്ല, വ്യക്തിപരമായ ഒന്നായിരുന്നു. എന്നിട്ട് അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു ഡെലിഗേഷൻ അദ്ദേഹത്തെ കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നു. വളരെ വിഖ്യാതമായ വാഷിങ്ടൺ നാഷണൽ പ്രസ് ക്ലബിൽ അവിടുത്തെ പത്രപ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ച് ആദരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ വളരെ അപൂർവമായ ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരിക്കൽ അമേരിക്കൻ വിസ നിഷേധിക്കപ്പെട്ട ആളുകൾ പിന്നീട് പ്രധാനമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക പദവികളിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ സ്വീകരണം കിട്ടും. അതൊരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അതൊരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ അമേരിക്കയിൽ ചെന്ന രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ സ്വീകാര്യത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ച അംഗീകാരമാണ്. അവിടെ അദ്ദേഹം സംവരണത്തെക്കുറിച്ചും സിഖ് മതവിഭാഗത്തിൽപ്പെട്ടവരെയും കുറിച്ചും നടത്തിയ 2 പരാമർശങ്ങൾ, അതിലെന്താണ് തെറ്റെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എല്ലാവർക്കും തുല്യ നീതി, സാമൂഹിക നീതി ഉറപ്പാകുന്ന കാലത്ത് മാത്രമേ സംവരണം ഇല്ലാതാക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇപ്പോഴും അതിന് പറ്റിയൊരു കാലാവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി ഇന്ത്യയിലില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. മറ്റൊന്ന്, അവിടെ ഒരു സിഖ് മതസ്ഥനെ കണ്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സിഖ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കമുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. തലപ്പാവ് ധരിച്ചുകൊണ്ട് ഗുരുദ്വാരയിൽ പ്രാർത്ഥിക്കാൻ പോകാനും അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ ധരിക്കാനുമുള്ള സിഖുകാരുടെ അവകാശങ്ങൾക്കടക്കം സാധാരണക്കാരുടെ വ്യക്തി അവകാശങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു എന്ന് പറഞ്ഞത് എന്ത് തെറ്റാണ്? അതിനെന്തിനാണ് BJPയുടെ ഒരു ഡൽഹിയിലെ നേതാവ് രാഹുൽ ഗാന്ധിയെ അങ്ങ് വെടിവെച്ച് കൊന്നുകളയുമെന്നൊക്കെ അങ്ങ് പറയുന്നത്? അല്ലെങ്കിൽ മുത്തശ്ശിയുടെ അനുഭവമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുന്നത്? 2 ശിവസേന നേതാക്കൾ ഈ മഹാരാഷ്ട്രയിൽ, അതിൽ ഒരാൾ ഒരു 11 ലക്ഷം രൂപ ഒരു തുണിസഞ്ചിയിലാക്കി കൊണ്ടു നടക്കുക. ആരെങ്കിലും ഉണ്ടോ രാഹുൽ ഗാന്ധിയുടെ നാവരിയാൻ എന്ന് ചോദിച്ചുകൊണ്ട്? മറ്റൊരു വിദ്വാന് നാവരിഞ്ഞാൽ പോരാ, അത് കരിച്ചു കളയണം അദ്ദേഹത്തിൻ്റെ നാവ്. ഈ 2 ശിവസേനക്കാർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിയ ഷിൻഡെ വിഭാഗം ശിവസേനയിൽപ്പെട്ടവരാ. അവർ അവിടെ ആടി ഒളിഞ്ഞ് നിൽക്കുക. അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നടുവൊടിഞ്ഞ് കിടക്കുക അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ പേടി അവർക്കുണ്ട്. രാഹുലിനെ അവർ പേടിക്കുന്നു, അവിടുത്തെ ശിവസേന പേടിക്കുന്നു, ഷിൻഡെ വിഭാഗം. അതാണ് അവരിലൂടെ കേട്ടത്. ആ പേടിയുടെ സ്വരമാണ്, ആ ഭയചകിതമായ ആ സ്വരം. അതുപോലെ രവ്ദീർ സിംഗ് ബിട്ടു എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി, സഹമന്ത്രിയാണ് റെയിൽവേ വകുപ്പിലോ മറ്റോ. അദ്ദേഹം കഴിഞ്ഞ മാർച്ച് 24 വരെ 2024 കോൺഗ്രസ് നേതാവായിരുന്നു, ലോക്സഭ അംഗമായിരുന്നു. അധീർ രഞ്ജൻ ചൗധരി കുറേ കാലത്തേക്ക് അവധിയെടുത്തു പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ. ആ സമയത്ത് അദ്ദേഹത്തിന് പകരം കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ നേതാവായിട്ട് പ്രവർത്തിച്ച ആളാണ്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ നിഴലിൽ രാഷ്ട്രീയ വിജയങ്ങൾ നേടിയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. 3ാമത്തെയോ 4ാമത്തെയോ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഈ ബിട്ടു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ബിയാൻ സിംഗ് പഞ്ചാബിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നറിയാമോ? സിഖ് ഭീകരരുടെ ഒരു ചാവേർ ആക്രമണത്തിൽ സെക്രട്ടേറിയറ്റിൽ അവിടെ വെച്ച് ഉണ്ടായൊരു സ്ഫോടനത്തിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ്. ഈ ബിയാൻ സിംഗിൻ്റെ 2 മക്കൾ പിന്നീട് വന്ന കോൺഗ്രസ് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങളൊക്കെ നേടിയെടുത്ത ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ ബിട്ടു എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് സിഖുകാരുടെ തലമുറകൾ ഇല്ലാതാക്കിയെന്നാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാർച്ച് 24 വരെ ഈ വിവരം അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്. അതുവരെ കോൺഗ്രസിൻ്റെ കൂടായിരുന്നു. പദവികൾ പലത് കൈക്കലാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിനിപ്പോൾ
രാഹുൽ ഗാന്ധി നമ്പർ 1 ഭീകരവാദിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഭീതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഭയപ്പാടിൽ നിന്ന്, രാഹുൽ എന്ന വ്യക്തിയോടുള്ള ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാരണമാണ്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസുമായി ചേർന്ന ഇന്ത്യ സഖ്യം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് സർവേകൾ പറയുന്നു. 90 സീറ്റുള്ള ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ഈ ഇന്ത്യ സഖ്യത്തിന് 47 മുതൽ 51 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ലോക് പോളിൻ്റെ സർവേ പ്രവചിക്കുന്നത്. BJPക്ക് 22 മുതൽ 25 സീറ്റുകൾ വരെ മാത്രമാണ് കിട്ടാൻ സാധ്യത. ജമ്മു കാശ്മീരിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ പ്രവചനങ്ങൾ കാട്ടുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തു നിന്നുള്ള ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയ മേൽക്കൈ ഉണ്ടെന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹരിയാനയിൽ വൻ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സർവേകളിൽ തെളിയുന്ന ഫലം. അവിടെ ലോക് പോളിൻ്റെ തന്നെ ഒരു സർവേയിൽ കോൺഗ്രസ്സിന് 58 മുതൽ 65 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ BJPക്ക് ലഭിക്കാൻ സാധ്യത കൽപ്പിക്കുന്നത് 27, 29 സീറ്റുകളാണ്. അതുപോലെ BJP നടത്തിയ ഒരു ആഭ്യന്തര സർവേയിലും കോൺഗ്രസ്സിന് വലിയ ഒരു ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ മാത്രമാണ് BJP ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ സാധ്യത കാണുന്നത്. അവിടെ മാർട്രൈസ് നടത്തിയ ഒരു സർവേയിൽ 38 മുതൽ 43 സീറ്റുകൾ വരെ BJPക്ക് ലഭിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അത് അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഫലം കൂടിയാണ്. അവിടെ ഹേമന്ത് സോറന് അഴിമതി കേസിൽ അറസ്റ്റിലാവുന്നു, ജയിലിൽ പോകുന്നു. അവിടെ ചമ്പൈ സോറൻ എന്ന് പറയുന്ന ഒരാൾ തൽക്കാലം മുഖ്യമന്ത്രിയാകുന്നു. ഹേമന്ത് സോറൻ തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാൻ ചമ്പൈ സോറൻ തയ്യാറാവുന്നില്ല. അതൊരു സംഘർഷമാവുന്നു. അവസാനം നിർബന്ധിച്ച് ചമ്പൈയെ പുറത്തുവിടുന്നു. വീണ്ടും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ കുഴാമറിച്ചിലിൻ്റെ ഒരു സാഹചര്യം BJP മുതലെടുക്കുമെന്നാണ് പ്രവചനങ്ങളിൽ കാണുന്നത്. ഇതാണ് ഈ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഉരുത്തിരിയുന്ന ചിത്രം. ഇത് BJPക്കൊട്ടും സന്തോഷകരമായ ഒന്നല്ല. ജമ്മു കാശ്മീർ ഒരു വിജയം പ്രതീക്ഷിച്ചതാ. അതുപോലെ തന്നെ ഹരിയാന സംസ്ഥാനം നിലനിർത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ, അയാൾക്കെതിരെ എല്ലാ ആക്രമണങ്ങളുടെയും കുന്തമുന തിരിച്ചു നിർത്തുന്നത് വളരെ സ്വാഭാവികമാണ്. സത്യം പറഞ്ഞാൽ ഈ BJPയുടെ പലതരത്തിലുള്ള നേതാക്കൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുമ്പോൾ, വിദ്വേഷ പ്രസ്താവനകൾ നടത്തുമ്പോൾ പാർട്ടിയുടെ നേതൃത്വം ഒന്ന് ഇടപെടേണ്ടതല്ലേ? മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡന്റാണ്. കുറഞ്ഞപക്ഷം ഇന്ത്യയിലെ 2ാമത്തെ വലിയ പാർട്ടിയാണല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു, ഇത് ശരിയല്ല, ഇടപെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അതിന് മറുപടി അയച്ചതാരാ? BJPയുടെ പ്രസിഡന്റ് JP നദ്ദ. അതെങ്ങനെയാ? നമ്മുടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചാൽ BJPയുടെ പ്രസിഡന്റാണോ അതിന് മറുപടി നൽകുക? എന്നാൽ മറുപടിയിൽ എന്തെങ്കിലും ഉണ്ടോ? കുറേ പരിഹാസങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ആ പാർട്ടിക്കുള്ളതായിട്ട് അവർ പറയുന്നില്ല. ഇതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ല. അവർ രാഹുൽ ഗാന്ധിയെ കുറേ പഴി പറയുന്നു. ജനം തള്ളിക്കളഞ്ഞ ഒരു ഉൽപ്പന്നം ഒന്ന് മിനുക്കിയെടുത്ത് വീണ്ടും വിപണിയിൽ ഇറക്കാൻ മല്ലികാർജ്ജുന ഖാർഗെ ശ്രമിക്കുകയാണെന്നാണ് നമ്മുടെ നഡ്ഡ സാഹിബ് പറയുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ആരെയാണ് തള്ളിയതെന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ? BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു? 303 സീറ്റുകൾ ഒറ്റയ്ക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ അവർക്ക് 240 സീറ്റാണുള്ളത്. എന്നാൽ കോൺഗ്രസോ 55-ൽ നിന്ന് 99-ലേക്ക് വളർന്നു. അപ്പോൾ ആരെയാണ് തള്ളിക്കളഞ്ഞത്? മോഡിയെയാണോ അതോ രാഹുൽ ഗാന്ധിയാണോ? ഒരു വളരെ ഗൗരവമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയക്കുമ്പോൾ ഇത്തരത്തിലാണ് മറുപടി. അതുപോലെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മോഡിയെ വിമർശിച്ചിട്ടുണ്ട്. 110 പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട്. കണക്കെഴുതി വെച്ചിരിക്കുക BJP ഓഫീസിൽ. ഓരോ ദിവസത്തെയും കണക്ക്. രാഹുൽ ഗാന്ധി ഇന്ന് 2 തവണ മോഡിയെ വിമർശിച്ചു, സോണിയാഗാന്ധി 1 തവണ വിമർശിച്ചു, 110 തവണ വിമർശിച്ചിട്ടുണ്ടെന്ന്. എന്താ മോഡിയെ വിമർശിക്കരുതോ? മോഡിക്ക് പറ്റുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടരുതേ എന്നുണ്ടോ?
വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കുകയും ചെയ്യും. അതാണ് ജനാധിപത്യം. അത് ചൂണ്ടിക്കാട്ടുക. പിന്നീട് അദ്ദേഹം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം എഴുതിയിട്ടുണ്ട് മറുപടി കത്തിൽ. നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ അഭിമാനിക്കുന്നതെന്ന്. പിന്നെ കോൺഗ്രസ്സുകാർ ആരുടെ പേരിലാണ് അഭിമാനിക്കുക? ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒളിച്ചോടിയ ആളുകളുടെ പേരിലോ? ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ വ്യക്തികളുടെ പേരിലാണോ അഭിമാനിക്കേണ്ടത്? കോൺഗ്രസ്സുകാർ അഭിമാനിക്കുക ആ പ്രസ്ഥാനത്തിൻ്റെ പേരില്ല, അതിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു പ്രസ്ഥാനം, അവരഭിമാനിക്കുന്നത് ആ പ്രസ്ഥാനത്തിൽ തന്നെ. എന്താ സംശയം? ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ച് പാകിസ്ഥാൻ്റെ നട്ടെല്ല് തകർത്ത പ്രസ്ഥാനം അല്ലെങ്കിൽ വ്യക്തി ഇന്ദിരാഗാന്ധി, അവരുടെ പേരിലൊക്കെ അഭിമാനിക്കും. കോൺഗ്രസ്സുകാർ നഡ്ഡ എന്തു പറഞ്ഞാലും അഭിമാനിക്കുക അവരുടെ നേതാക്കളിൽ, അവരുടെ പ്രസ്ഥാനത്തിൽ. ഇപ്പോൾ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിമാനിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ബി ജെ പിയുടെ അടിവാരങ്ങൾ കുലുങ്ങുമ്പോൾ കേൾക്കുന്ന ഭയചകിതമായ ശബ്ദങ്ങളാണ്. മുത്തശ്ശിയുടെ അനുഭവം ഉണ്ടാവും, നാവരിയും, നാവ് കരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ കണ്ട നമ്പർ 1 ഭീകരനാണ്, ഭീകരവാദിയാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയവ. അതിനൊന്നും ആരും വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നത് വെറും വിദ്വേഷ പ്രസംഗങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തെ വധിക്കണം എന്ന ആഹ്വാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ഇടപഴകുന്ന ആളാണ്. മറ്റൊരു കാര്യം കൂടെ ഓർക്കണം, ഇപ്പോൾ അദ്ദേഹത്തിന് പഴയ SPG പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളത്. 2019 മോഡി സർക്കാർ അത് പിൻവലിക്കുകയാണ് ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ വേണം രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഈ ഭീഷണികളെ നാം കാണേണ്ടത്. ഇതുകൊണ്ടൊക്കെ രാഹുൽ ഗാന്ധി ഭയപ്പെട്ട് പിൻവാങ്ങുമോ ഇത്തരത്തിലുള്ള ഭീഷണി കൊണ്ട്? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. പിന്നീട് പാരമ്പര്യം അതാണ്. മോത്തിലാലിൻ്റെയും നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ബലിദാനത്തിൻ്റെയും ഒക്കെ ഒരു പാരമ്പര്യം ആ മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഈ ഒരടവ്, ഭീഷണി എന്ന അടവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വിലപ്പോകും എന്ന് തോന്നുന്നില്ല.